ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 500 ml ഒരു പാക്ക് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കുറച്ച് തണുത്ത പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലെങ്കിൽ മുഴുവനായിട്ട് കോൺഫ്ലോർ എടുത്താലും മതിയാവും. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇനി കോൺഫ്ലോറും കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുന്നതിന് പകരം കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പാൽപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രം. ഇനി പാൽപ്പൊടിക്ക് പകരം കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാൽ ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ മിൽക്ക് മെയ്ഡൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ പാൽ ഏകദേശം ഒന്ന് തിളക്കാനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെയും കോൺഫ്ലോറിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. കാരണം കുറച്ച് നേരത്തെ മിക്സാക്കി വെച്ചത് കാരണം ചിലപ്പോൾ അത് അടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വനില എസൻസ് കയ്യിലില്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് കൈയെടുക്കാതെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം പെട്ടെന്ന് അടി പിടിക്കും, പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറും കസ്റ്റാർഡൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇളക്കിയിട്ടുള്ള ഒരു തവി എടുത്തിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലൈൻ അതുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലും 2 ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് പോകും. ഇനി ഇതിൻ്റെ മുകളിലൊരു ലെയറും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടിക്കുള്ള സേമിയാണ്. കനം കുറഞ്ഞിട്ടുള്ള സേമിയ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതിനേക്കാളും കനം കുറഞ്ഞിട്ടുള്ള സേമിയ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് കയ്യിലുള്ളതെങ്കിലും ഇതുപോലെ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര, കുറച്ച് തിന്നായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സേമിയക്ക് നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി കൂടി ചേർത്തിട്ട് ഈ സേമിയ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ സേമിയ നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടണം കേട്ടോ. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ, എന്നാലും മാത്രമേ കറക്റ്റായിട്ട് അതിൽ മെൽറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ സേമിയ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ പാനിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് ഒന്നും കൂടെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവരുത്.
ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് വേവിക്കുന്ന സമയത്ത് തന്നെ സേമിയ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ മുകൾ ഭാഗം ഒന്ന് സേമിയയും കസ്റ്റാർഡും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സേമിയ മുകളിലൊക്കെ എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ചെറിയൊരു കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സേമിയയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. നട്ട്സും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കടലയോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസും ജലറ്റിനും ഒന്നും തന്നെ ചേർത്തിട്ടില്ലെങ്കിലും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിൽ സേമിയയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.